ഇന്നത്തെ പരിപാടി ഇതാണ്. അതായത് ചാക്കിൽ തണ്ട് ചെത്തിങ്ങാന് കടത്തി വെച്ചിട്ടുള്ള പൂള അടിയിലാണ്. സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും ചക്കലാസ് വെള്ളിയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോണത് ചാക്കിൽ കപ്പത്തണ്ട് ചെത്തിങ്ങാന് കിടത്തി വെച്ച് നടന്നാണ്. അതിൻ്റെ ഒരു വീഡിയോ ആണ്. അതിന് നമുക്ക് കരിയിലയും മണ്ണും അതൊക്കെ ഒരു ചാക്കിൽ നിറക്കുകയാണ്. ഇപ്പോൾ അത് കരിയിലൊക്കെ അടിച്ചുപിടിങ്ങാൻ കരിയിലയും അതുപോലെ ഓരോ അടുക്ക് കരിയിലയും മണ്ണും കൂടി നിറക്കുകയാണ് ചാക്കിൽ. അപ്പോൾ ഏകദേശം കാൽ ഭാഗമായി. അത് ഒന്ന് നല്ലോണം ടൈറ്റാണ്. കുറച്ച് ദിവസം വെച്ചിട്ട് അപ്പം നിറച്ചും കൊണ്ട് നിൽക്കുകയാണ്. ബാക്കി പിന്നെ കാണാം. ഈ ഒരു ചാക്കിൽ നമ്മൾ പൂളൻ്റെ കമ്പ് ചെത്തിങ്ങാൻ അടി ഒരു ഭാഗം ചെത്തിയിട്ട് നമുക്ക് ഈ പൂളൻ്റെ കമ്പ് ഇതിൽ നട്ടു വെക്കണം. അത് നമ്മൾ ഇതിൽ ചപ്പും കരിയിൽ അതിൻ്റെ മുകളിൽ മണ്ണും ഇതെല്ലാം കൂടി ഇട്ട് നിറച്ചതാണ്. ഒരടുക്ക് ഇങ്ങനെ മണ്ണും അവിടെ കരിയിലായിട്ട് ഇങ്ങനെ നിറച്ചാൽ ഇതിൻ്റെ മുകളിൽ കുറച്ചുകൂടി മണ്ണ് നിറച്ചിട്ട് അതിൻ്റെ മുകളിലാണ് നമ്മൾ പൂളത്തണ്ട് ഒരു സ്പെഷ്യലായിട്ട് ചെയ്യുന്നൊരു ഐഡിയ ആണ്. പൂളത്തണ്ട് ഒരു ഭാഗം ചെത്തിയിട്ട് നമ്മളിങ്ങനെ ചെരിച്ച് വെക്കുക. ചെരിച്ച് വെച്ചിട്ടാണ് നമ്മൾ ഇതിൻ്റെ മുകളിൽ പിന്നെ മണ്ണിട്ടിങ്ങനെ വെക്കുന്നത്. അപ്പോൾ അതിൻ്റെ നമുക്കൊരു തണ്ടെടുത്തിട്ട് നമുക്ക് ചെത്തി വെച്ച് വെക്കാം. ഇതാണ് നമ്മൾ തണ്ടെടുത്തത്. ഇപ്പോൾ ഈ തണ്ട് വേരൊക്കെ പിടിച്ചതാണ്. ഈ തണ്ട് ഇവിടുന്ന് കട്ട് ചെയ്ത് വെക്കണം. അപ്പോൾ ഇത്രയും 1 2 3 4 കമ്പിൾ മാത്രമേ കിട്ടുള്ളൂ. ഇത് നമ്മൾ എക്സ്ട്രാ കൊണ്ട് കട്ട് ചെയ്യണം. നല്ല എക്സ്ട്രാ കൊണ്ട് കട്ട് ചെയ്തെടുക്കുക. ഏകദേശം എത്ര നീളത്തിൽ 1 2 3 4 ഏതായാലും ഈ ചക വരുന്ന തരത്തിലാണ് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇങ്ങനൊരു കഷ്ണം നല്ല കമ്പെടുക്കണം. നല്ല കമ്പെടുക്കണം നോക്കിയിട്ട്. ജസ്റ്റ് മണ്ണൊക്കെയുള്ള മണ്ണം കുറഞ്ഞാലും പ്രശ്നമില്ല. എങ്കിലും നമുക്ക് അടി ചെത്തി വെക്കുമ്പോൾ ജസ്റ്റ് മണ്ണുള്ളതാണ് നല്ലത്. അപ്പോൾ ഇത് നമ്മൾ ഇപ്പോൾ ഈ കമ്പ് നമ്മൾ എടുത്ത് ഇത് നമ്മൾക്ക് ഒരു ഭാഗം നമ്മൾ ചെത്തി ഒരു ഭാഗം അടി ചെത്തി ഈ ഒരു ഭാഗം ചെത്തി കൊടുക്കാം. ചെത്തിയെടുക്കാം. ഇതുപോലെ ചെത്തി ഒരു ഭാഗം ചെത്തിക്കള. ഇങ്ങനെ ചെത്തിക്കഴിഞ്ഞിട്ടാണെങ്കിൽ ഈ ചെത്തുന്ന ഭാഗത്ത് ഒക്കെ വേര് വരും. അപ്പോൾ ഈ ചെത്തുന്ന ഭാഗത്തൂടെ എല്ലാം ഇങ്ങനെ വേര് വന്നു കൊടുക്കും. ഫുള്ളായിട്ട് വരും. ഈ 2 സൈഡിൽ കൂടി ഈ റൗണ്ടിൽ വരും. നമ്മൾക്ക് അടുത്താണല്ലോ. അപ്പോൾ ഇങ്ങനെയാണ് വെക്കുക. ഈ ഭാഗം താഴോട്ടാക്കിയിട്ട്. അപ്പോൾ ഈ ഭാഗത്തും വേര് വരും, ഈ ഭാഗത്തും വേര് വന്ന് ഫുള്ള് കപ്പുണ്ടാവും. ഇത് ഫുള്ള് നിറച്ച് കപ്പുണ്ട്. അപ്പോൾ ഈ ചാക്കിൽ ഉണ്ടാകുന്നത്ര ഉണ്ടാവും. നേരം ഈ സൈഡിൽ കൂടെ ഒക്കെ വേര് വന്നിട്ട് പിടിക്കും. അപ്പോൾ നമുക്കിത് വെക്കാൻ ഇതിൻ്റെ മുകളിൽ കുറച്ച് മണ്ണിടണം. വളം കൂട്ടിയ മണ്ണില്ല, ചാണകപ്പൊടി എല്ലാം മിക്സ് ചെയ്ത് മണ്ണാണ് നമ്മൾ ഇതിൽ ഇടാൻ പോകുന്നത്. മണ്ണ് അത് ശരിയാണ്. അടിയിലൊക്കെ നമ്മൾ മണ്ണും പിന്നെ കരിയിലേക്ക് നിറച്ചതാണ്. പിന്നെ മുകളിൽ മാത്രമാണ് തല്ലി മണ്ണതാണ്. അതിലൊക്കെ സെറ്റായതാണ്. കുറേ ദിവസമായി നമ്മൾ നിറച്ച് വെച്ചിട്ട്.
ഫുള്ളായിട്ട് നല്ല സെറ്റായിക്കിപ്പോൾ. കുറച്ച് കൂടി വളം മിക്സ് ചെയ്ത് കുറച്ച് കൂടി മണ്ണ് വളം മിക്സ് ചെയ്ത് ഒരു മണ്ണ് ചാണകപ്പൊടി മണ്ണും കൂടി മിക്സ് ചെയ്യണം. അപ്പോൾ നമ്മൾ മണ്ണും വളപ്പൊടിയും ഒക്കെ മിക്സ് ചെയ്ത് ഇങ്ങനെയൊക്കെ മുകളിലിട്ട് ഇനി നമുക്ക് ഇതിൽ തണ്ട് നമുക്ക് കിടത്തി വെക്കണം. നമ്മൾ തണ്ട് ഇത് ഈ ഭാഗം പിന്നെ അടിയിൽക്കാക്കിയിട്ട് നമുക്ക് കിടത്തി വെക്കണം. ചെറുതായിട്ടൊരു ചാലുണ്ടാക്കിയിട്ട് ഇതിൽ കിടത്തി വെക്കുക. ഇത്രയും മതി. എന്നിട്ട് അതിൻ്റെ മുകളിൽ കൂടെ കുറച്ചും കൂടി ഒരു വളപ്പൊടി കൂടിയ കുറച്ച് മണ്ണ് കുറച്ച് മണ്ണ് അതിൻ്റെ മുകളിലായിട്ട് ഇട്ട് കൊടുക്കുക. വളപ്പൊടി നമുക്ക് മിക്സ് ചെയ്ത് അത്രയും മതി. നിങ്ങൾ ചെറുതായിട്ട് അതിൻ്റെ മുകളിൽ കൂടെ ഒന്നും കൂടെ വെള്ളം പറ്റി കൊടുക്കാം. അത്രയും മതി. ഇതിന് ഏകദേശം ഒരു 10-15 ദിവസം ആകുമ്പോഴേക്ക് തന്നെ അതിന് മൂളങ്ങൾ വരലുള്ളൂ. ആ മൂളങ്ങൾ കുറേ വരും. ആ മൂളങ്ങൾ കുറേ വരുമ്പോൾ അതിൽ 2 മൂളം നല്ല കരുത്തുള്ള 2 മൂളം മാത്രം ഇവിടെ വെച്ചിട്ട് ബാക്കിയൊക്കെ നമ്മൾ പൊട്ടിച്ചെളിയാം. വേറെ ഇപ്പോൾ ഒന്നും ചെയ്യണ്ട. പിന്നെ അതിൻ്റെ മൂളം കുറച്ച് വലുതായതിൻ്റെ ശേഷം നമുക്ക് വളങ്ങൾ ചെയ്ത് കൊടുത്താൽ ചാണകപ്പൊടി അതുപോലെ വെണ്ണീര് ചാരം ഇതൊക്കെ ഉപയോഗിച്ച് കൊടുക്കുക. കുറേശ്ശെ കൊടുത്താൽ മതി. ചാക്കിലായിക്കൊണ്ട് അധികം കൊടുക്കേണ്ട ആവശ്യമില്ല. ഓരോ മാസത്തിലും കുറേശ്ശെ കൊടുത്തിട്ടാൽ മതി. അപ്പോൾ നട്ട് ഇനി ഇതിൽ കാര്യമായിട്ട് പണിയൊന്നുമില്ല. ഇവ നമുക്ക് എങ്ങനെയാണ് വെച്ചാൽ മതി. നല്ലോണം മഴ നേരിട്ട് കൊള്ളുമ്പോൾ ഒരു പ്രശ്നം ഉണ്ടാവും. ഈ മുകളങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ പിന്നെ പ്രശ്നമൊന്നും ഉണ്ടാവില്ല. അപ്പോൾ പിന്നെ നല്ല മഴ വരികയാണെങ്കിലൊന്ന് മൂടിയിട്ട് മുളം വന്നു കഴിഞ്ഞാൽ പിന്നെ വിഷയമല്ല. അപ്പോഴേക്ക് വേരും അങ്ങനെ വരലുള്ളൂ. അപ്പോൾ അത്രയാണ് ഇന്നത്തെ വീഡിയോ. അപ്പം ഇന്നത്തെ പരിപാടി ഇതാണ്. അതായത് ചാക്കിൽ തണ്ട് ചെത്തിങ്ങാന് കടത്തി വെച്ചിട്ടുള്ള പൂള നടിയിലാണ്. അപ്പോൾ അതൊക്കെ ഏകദേശം കഴിഞ്ഞ് ഇനി ഇതിൻ്റെ റിസൾട്ട് ഈ പൂള പറിക്കുമ്പോഴാണ് കാണിക്കുന്നത്. ഇപ്പോൾ പൂള പറിക്കുമ്പോഴല്ല, അതിൻ്റെ മുമ്പ് തന്നെ നമുക്ക് ഈ മുളങ്ങളൊക്കെ വന്ന് നമ്മൾ ഒരു മാസം കഴിഞ്ഞിട്ട് നമ്മൾ ഇതിൻ്റെ വീഡിയോ ഇടുന്നതാണ്. അപ്പോൾ ശരി, ഓക്കെ. എല്ലാവരും നമ്മൾ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഒരു ലൈക്ക് നമുക്ക് തന്നാളി, അതിനെക്കൊണ്ടൊന്നും കുറഞ്ഞു പോകില്ലല്ലോ. ഓക്കെ, എന്നാൽ വീഡിയോ നിർത്തണം.